ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും തക്കാളി ഉണ്ട്. ഈ തക്കാളി വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു തക്കാളി ഉണ്ട്. ഈ തക്കാളി വെച്ചിട്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകണം നമ്മൾ അച്ചാർ. പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ തക്കാളി നന്നായി കഴുകി തുടച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസിൽ ഒരു പാൻ വെച്ച് ചൂടാക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണ ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ എടുത്തോളൂ. അതാണ് അച്ചാർ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. പക്ഷെ എൻ്റെ കയ്യിൽ ഇവിടെ നല്ലെണ്ണ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഉലുവ ഇട്ടിട്ട് പൊട്ടിക്കണം. ആ ഉലുവ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കണം. ഇത് രണ്ടും കൂടിയിട്ട് പൊട്ടി കഴിയണ സമയത്താണ് നമ്മൾ ബാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ആ എണ്ണ കുറച്ചൊന്ന് കുടിച്ചിട്ട് ഒന്നിങ്ങനെ വീർത്ത് വരുന്ന ടൈം ആകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കണം. ഈ തക്കാളി ഞാൻ നന്നായിട്ട് തുടച്ച് കഴുകിയിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് ആണ് കേട്ടോ അരിഞ്ഞു വെച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ കേടുവരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഈ അച്ചാർ ഒരു എങ്ങനെ പോയാലും 1.5 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂട്ടോ. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ വെന്തുടഞ്ഞ് വരുന്ന ആ സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു കളറിനുള്ള മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. പിന്നെ ഞാനിവിടെ അച്ചാർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഉലുവയും അതുപോലെ തന്നെ കായപ്പൊടി ഉള്ളവർ അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് പുളിക്ക് ആവശ്യമുള്ള കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഞാനിതൊരു പൊട്ടത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.